ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേരള പ്രവാസി വെൽഫെയർ ബോർഡിൽ, അതായത് കേരള പ്രവാസി ക്ഷേമനിധി എങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് പേ ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അതിനായിട്ട് ഗൂഗിളിൽ കേരള പ്രവാസി വെൽഫെയർ ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓൺലൈൻ സർവീസസ് പ്രവാസി വെൽഫെയർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ കേരള പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ ഒഫീഷ്യൽ പേജ് ഓപ്പൺ ആകും. അവിടെ നമ്മൾ മൂന്നാമത്തെ ഓപ്ഷനിലേക്ക്, അതായത് ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം, ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ എന്ന് കാണുന്ന തേർഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തേർഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പേയ്മെൻറ്റ് മെമ്പർ ID എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അതിൽ പ്ലീസ് എൻ്റർ മെമ്പർ ID. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പേയ്മെൻറ്റ് അടയ്ക്കുന്നത് കാരണം എൻ്റെ നമ്പർ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പം ഫസ്റ്റ് നമ്പർ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ലോഡ് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നെയിമും കാര്യങ്ങളും എല്ലാം വരും. അവിടെ ഇമെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എല്ലാം ഉണ്ട്. അവിടെ നമുക്ക് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുത്തതിന് ശേഷം സെലക്ട് പേയ്മെൻറ്റ് എമൗണ്ട്. അപ്പം എനിക്കിപ്പോൾ അടയ്ക്കാനുള്ള എമൗണ്ട് 900 ആണ്. അപ്പോൾ സെലക്ട് ഓപ്ഷൻ കൊടുക്കുക. സബ്സ്ക്രിപ്ഷൻ പ്ലസ് ഫൈൻ, നമ്മൾ സബ്സ്ക്രിപ്ഷൻ കൊടുത്താൽ മതിയാകും. അപ്പോൾ സർവീസ് എമൗണ്ടായി 13 റുപ്പീസ് എക്സ്ട്രാ അടയ്ക്കേണ്ടതാണ് ഓൺലൈനായിട്ട് അടയ്ക്കുമ്പോൾ. അവിടെ ഐ എഗ്രി ടു ദ പ്രവാസി സബ്സ്ക്രിപ്ഷൻ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ പേ എമൗണ്ട്, ആർ യു ഷുവർ വാണ്ട് ടു പേ ദ എമൗണ്ട്? ഓക്കെ. നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ATM കാർഡ്, എന്ത് വേണമെങ്കിൽ ഉപയോഗിച്ച് നമുക്ക് പേ ചെയ്യാം. ഞാൻ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് പേ ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. ഇനി ഈ ഡീറ്റെയിൽസ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ കാർഡ് ഹോൾഡർ നെയിം, അവിടെ നെയിമോട് അടിച്ചു കൊടുത്തതിന് ശേഷം മേക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. മേക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പറിൽ ഒരു OTP വരുന്നതായിരിക്കും. ആ OTP അവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ്. സക്സസ് യുവർ പേയ്മെൻറ്റ് 913.50 ബിൽസ് അടച്ചു, സക്സസ്ഫുള്ളായി. ഇനി നമുക്കിത് നമ്മുടെ ഇമെയിലിലേക്ക് വേണേൽ സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ സേവ് ആസ് PDF കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ ഇത് സേവ് ചെയ്യാവുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇൻവോയ്സ് മൊബൈലിൽ കിട്ടുന്നേ. ഇത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഇമെയിലിലേക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഡ്രൈവിലേക്ക് കൊടുക്കാം. അത് അപ് ടു യു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതുപുത്തൻ വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.